തൃശ്ശൂർ ഇപ്പോൾ ബി.ജെ.പി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നായാണല്ലോ കാണുന്നത്. സുരേഷ് ഗോപിനെയൊക്കെ ഇറക്കി ആ രീതിയിൽ മണ്ഡലത്തിൽ അവർ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്കും വസ്തുതകളിലേക്കും വരുമ്പോൾ നാളെ വോട്ട് തേടി ജനങ്ങളുടെ മുൻപിലേക്ക് എത്തുമ്പോൾ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ബി.ജെ.പി മറുപടി പറയേണ്ടി വരും. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എത്തി കാണിക്കുന്നത് വെറും രാഷ്ട്രീയ ഷോ മാത്രമാണ് എന്ന കൃത്യമായ വിശകലനം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ആ രീതിയിലുള്ള രാഷ്ട്രീയം തൃശ്ശൂർ മനസ്സിലാക്കുന്നു എന്നാണോ ഈ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, തൃശ്ശൂരിൽ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനത പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. തൃശ്ശൂരിൽ വലിയൊരു വോട്ട് ബാങ്കാണ് ക്രൈസ്തവ സഭ, ക്രൈസ്തവ സമൂഹം. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തെ കൂടി ഒപ്പം നിർത്തുക എന്നതാണ്, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ കൂടി നേടിയെടുക്കുക എന്നൊരു ആവശ്യം ബി.ജെ.പിക്കുണ്ട്. അത് ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു സംഭവമുണ്ട്. മകളുടെ കല്യാണത്തിന് മുൻപായി സുരേഷ് ഗോപി ഒരു കിരീടം സമർപ്പിച്ച വിഷയം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ്. പക്ഷേ നേരത്തെ ഒരു പഴയ സംഭവം കൂടി നമുക്ക് ഓർമ്മിക്കാം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മറക്കില്ല മണിപ്പൂർ എന്ന് പറഞ്ഞ ഒരു ലേഖനം ഇതേ കത്തോലിക്ക സഭയുടെ ഒരു ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രസംഗിച്ചിരുന്നല്ലോ, മണിപ്പൂരിനെ നോക്കാൻ ആണുങ്ങളുണ്ട് എന്ന പറഞ്ഞ രീതിയിലൊരു പ്രസംഗമൊക്കെ സുരേഷ് ഗോപി നടത്തിയിരുന്നല്ലോ. അന്ന് ആ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ആണുങ്ങളൊക്കെ എവിടെ പോയിരുന്നു മണിപ്പൂരിൽ ഈ പള്ളികളടക്കം കത്തിച്ചപ്പോൾ, ഈ പാവപ്പെട്ട സ്ത്രീകളെ തെരുവുകളിൽ നഗ്നരാക്കി നടത്തിയപ്പോൾ എവിടെ പോയിരുന്നു ഈ ആണുങ്ങളെന്ന് ലേഖനത്തിൽ സഭയുടെ മുഖപത്രം ചോദിച്ചതാണ്. അതിനുശേഷമാണല്ലോ ഈ മാതാവിന് കിരീടം സമർപ്പിക്കുന്നതും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയും ഒക്കെ വരുന്നത്. അതിനുശേഷവും സഭ കൃത്യമായ നിലപാടോടെ ബി.ജെ.പിക്കെതിരെ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് നിങ്ങൾ ഈ രാഷ്ട്രീയ ഷോകളൊക്കെ കാണിച്ചോളൂ, പക്ഷേ ഈ നാടിൻ്റെ മനസ്സിലിരിപ്പ് വസ്തുത വേറെയാണ് എന്നാണോ സഭ പറഞ്ഞു വെക്കുന്നത് ഈ ലേഖനത്തിലൂടെ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അതായത് നമുക്ക് ആ പഴയ ലേഖനത്തിന്റെ കുറിച്ച് ഇപ്പോൾ മനു പരാമർശിച്ചു. ആ വിഷയത്തിൽ, അതായത് ഗൗരവമായി വിഷയങ്ങളെല്ലാം പറയേണ്ടതെല്ലാം അന്ന് പറഞ്ഞു വെച്ചിരുന്നു സഭ. അതുകൊണ്ട് തന്നെ വ്യക്തമായി ബി.ജെ.പിക്കും സുരേഷ് ഗോപിക്കും മനസ്സിലായിട്ടുണ്ട് ഈ മണിപ്പൂർ വിഷയത്തിൽ വലിയ പ്രതിഷേധം അല്ലെങ്കിൽ ഒരു അകൽച്ച ക്രൈസ്തവ സഭയ്ക്കുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ എ ക്ലാസ് സീറ്റായി പരിഗണിക്കുന്ന സുരേഷ് ഗോപിക്കും ബി.ജെ.പിക്കും തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം, വൈദികരും ബിഷപ്പുമാരും ഒക്കെ അകന്നു നിന്നാൽ അത് വലിയ ദോഷം ചെയ്യും, അല്ലെങ്കിൽ അവരെ അനുനയിപ്പിച്ച് ഒരു പക്ഷേ ക്രൈസ്തവ വോട്ടുകൾ കൂടി നേടിയെടുക്കാനുള്ള ഒരു ശ്രമം, അതിന്റെ ഭാഗമായാണ് ഈ ഒരു വീണ്ടും സഭയോട് അടുപ്പം കാണിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 3-ാം തീയതിയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് ആ വനിതാ സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു മോദി ഗ്യാരണ്ടി, എല്ലാത്തിനും മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലൊരു പ്രസംഗം, എല്ലാം മോദിയുടെ ഉറപ്പാണ് എന്ന് പറഞ്ഞ് അത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. എന്നാൽ ഇതിനുശേഷം ഈ സഭയ്ക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സഭ എന്ന മുഖപത്രത്തിലൂടെ ഒരു ലേഖനം പുറത്തുവിടാൻ അവസരം ലഭിക്കുന്നത് ഇപ്പോഴാണ്. കാരണം കഴിഞ്ഞ മാസത്തെ ലക്കത്തിന്റെ ഏകദേശം അച്ചടി നടന്ന സമയത്താണ് ഈ പ്രസംഗം ഇവിടെ, അതായത് മോഡിയുടെ പ്രസംഗം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം അടുത്ത ലക്കം എന്നത് ഫെബ്രുവരിയാണ്. മാസം തോറും പുറത്തിറങ്ങുന്ന ഒരു മുഖപത്രമാണിത്. ഇതിലാണ് ഇപ്പോൾ ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ എഡിറ്റോറിയൽ എന്ന രീതിയിലല്ല. കാരണം കത്തോലിക്ക സഭ എന്ന ഈ മുഖപത്രത്തിന്റെ ഔദ്യോഗിക നിലപാടോ അല്ലെങ്കിൽ ഇവിടെ എഡിറ്റോറിയൽ ആണോ എന്നതല്ല പ്രശ്നം. കാരണം സഭയുടെ മുഖപത്രത്തിൽ സഭയുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ലേഖനം, അവരുടെ പുസ്തകത്തിൽ ഒരു ലേഖനം വരിക എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് സഭ അറിയാതെ ഏതായാലും, അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾ അറിയാതെ അത്തരത്തിലൊരു ലേഖനം അതിൽ ഇടം പിടിക്കില്ലല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രാധാന്യമുണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ പുസ്തകത്തിൽ, അതായത് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ ഇങ്ങനെ പറയുന്നു. നേരത്തെ ദീപിക പത്രത്തിൽ രൂക്ഷമായ വിമർശനം ഈ ബി.ജെ.പിക്കെതിരെ ഉയർത്തിയതാണ്. അതായത് ചിരിച്ചുകൊണ്ട് കൈ പിടിക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെയാണ് എന്ന തരത്തിലടക്കമുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വച്ചതാണ്. ഇപ്പോൾ ഇവിടെ ബി.ജെ.പി ശ്രമിക്കുന്നത് ഏത് വിധേനയും ക്രൈസ്തവ സമൂഹത്തെ കൂടെ കൂട്ടുക എന്നൊരു ലക്ഷ്യമാണല്ലോ അവർക്ക് മുന്നിലുള്ളത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ സുരേഷ് ഗോപിയുടെ കിരീടധാരണവും ഈ ബി.ജെ.പി നേതൃത്വം മതമേലധ്യക്ഷന്മാരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ നടത്തുമ്പോഴും സഭയ്ക്ക് അനുകൂലമായ സമീപനമല്ല ബി.ജെ.പിയോടുള്ളത്. അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ ലക്ഷ്യം സഭ തിരിച്ചറിയുന്നുണ്ട് എന്നാണോ ഈ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും മനു, അത് തന്നെയാണ് വ്യക്തമാവുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത്. അതായത് ഈ ലേഖനത്തെ കുറിച്ച് പറയുമ്പോൾ
ഔദ്യോഗിക നിലപാടെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി പറയേണ്ടതെല്ലാം പറഞ്ഞു വെക്കുന്നു. ചില പ്രത്യേക അല്ലെങ്കിൽ ഒരു പരിമിതികൾ പാലിക്കേണ്ടി വരും ചിലപ്പോൾ. ഒരു പക്ഷേ എഡിറ്റോറിയൽ ലേഖനമോ അത്തരം ലേഖനങ്ങളോ ആകുമ്പോൾ, അതായത് ഈ മുഖപത്രത്തിന്റെ നിലപാട് മാത്രമായോ അല്ലെങ്കിൽ സഭയുടെ നിലപാട് മാത്രമായോ അല്ലെങ്കിൽ ഒരു രൂപതയുടെ നിലപാട് മാത്രമായോ അത് ഒതുങ്ങിപ്പോകും. ഇത് ജനങ്ങളിലേക്ക് എത്താൻ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ലേഖനമായി ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവെയുള്ള അഭിപ്രായ പ്രകടനം, ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു അഭിപ്രായമുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ട് ആ രീതിയിൽ പറയേണ്ടതെല്ലാം സഭ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. പെട്രോൾ വിലക്കെതിരെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഘോരഘോരം പ്രസംഗിച്ചവരാണ് ഈ BJP നേതാക്കളെല്ലാം. എന്നാൽ കോൺഗ്രസ് ഭരണം അവസാനിച്ചാൽ ലിറ്ററിന് 50 രൂപ നിരക്കിൽ പെട്രോൾ നൽകുമെന്ന് ഒരു ഗ്യാരണ്ടി ആദ്യം നൽകി. ആ ഗ്യാരണ്ടി നൽകി ഭരണത്തിൽ വന്നവർ ഇപ്പോൾ ആ അസംസ്കൃത എണ്ണയുടെ വില പകുതിയായി കുറഞ്ഞിട്ട് പോലും വില കുറയ്ക്കാൻ തയ്യാറായില്ല എന്ന അതുൾപ്പെടെ അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഈ ലേഖനത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഇന്ധനവില കൂട്ടി കോർപ്പറേറ്റുകളെ സന്തോഷിപ്പിച്ചു എന്നതല്ലാതെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകാനുള്ള യാതൊരു നടപടിയും എടുത്തില്ല എന്ന് പറയുന്നു. അദാനിയും അംബാനിയും പോലുള്ള മുതലാളിമാരുമായുള്ള ചങ്ങാത്തം, അതിനപ്പുറത്തേക്ക് പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകാനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല. വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്ന വിഷയങ്ങളെ ഒന്നും BJP സ്പർശിച്ചിട്ടില്ല എന്നതും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് മാധ്യമങ്ങളുണ്ട്, അവരെല്ലാം മോദിയുടെ സ്തുതിപാഠകരാണ്, അതിന്റെ പാതയിലാണ്, അതും വ്യക്തമാക്കുന്നു. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ BJP ശ്രമിക്കുന്നു എന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകാതിരുന്നിട്ടില്ല. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്, സഭയ്ക്കും ഇത് മനസ്സിലാകുന്നുണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വിശദമായ ലേഖനം. മനു, തീർച്ചയായും.